നടൻ ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ട ഷൈനിന്റെ അച്ഛൻ ചാക്കോ മരിച്ചു. തമിഴ്നാട് സേലത്തിനടുത്ത് ധർമ്മപുരിയിലെ പാലക്കോട് വെച്ചായിരുന്നു അപകടം. ഷൈനിനെയും സഹോദരനെയും പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി KB ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുന്നുണ്ടോ? എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? ആശുപത്രിയിലുള്ളവരുടെ അവസ്ഥ ഇപ്പോൾ എന്താണ്? ജയലക്ഷ്മി, ഒരു ലോറിക്ക് പിറകിലേക്ക് കാർ ഇടിച്ചാണ് അപകടമെന്നാണ് പ്രാദേശികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ധർമ്മപുരിയിൽ ജില്ലയിലുള്ള, അതായത് ഹൊസൂരിൽ നിന്ന് പാലക്കോട് വഴി സേലം പോകുന്ന അല്ലെങ്കിൽ കോയമ്പത്തൂർ അവിനാശിയൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു റോഡുണ്ട്, ഒരു ദേശീയപാതയുണ്ട്. ആ റായപ്പേട്ട ദേശീയപാതയിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. ഇന്ന് രാവിലെയാണ് ഈ അപകടം എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ അവിടെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഈ CB ചാക്കോ, അതായത് ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ മരിച്ചു. ഇതുകൂടാതെ ഷൈന്റെ സഹോദരൻ, അതുപോലെ ഷൈൻ, ഡ്രൈവർ, ഇത്ര ആളുകളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇവർക്കെല്ലാം പരിക്കേറ്റിട്ടുണ്ട്. ഇവരെല്ലാം ധർമ്മപുരി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് ലഭിക്കുന്ന വിവരം. മറ്റൊരു കാര്യം, ബന്ധുക്കൾ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അവർ ഉച്ചയോടുകൂടി ഈ ധർമ്മപുരിയിലേക്ക് എത്തിച്ചേരും എന്നാണ് മനസ്സിലാക്കുന്നത്. ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഷൈന്റെ കൈക്ക് മറ്റുമാണ് പരിക്കേറ്റിട്ടുള്ളത്. ഷൈന്റെ സഹോദരനുമുണ്ട്. അപ്പോൾ ഇവരുടെ പരിക്കുകൾ അധികം സാരമുള്ളതല്ല എന്ന് തോന്നുന്നു. പിന്നെ ഈ വാഹനം ഓടിച്ചത് ആരാണ് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ ശ്രീധരൻ? അക്കാര്യത്തിൽ ഇതൊരു വ്യക്തത വന്നിട്ടില്ല. ആരാണ് വാഹനം ഓടിച്ചതെന്നുള്ള വ്യക്തതയില്ല. ഷൈനും ഷൈന്റെ സഹോദരനും കാറിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ അപകടമുണ്ടായത് ലോറിക്ക് പുറകിൽ ഈ കാർ വന്നിടിച്ചാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. നമ്മൾ ഷൈന്റെ ബന്ധുക്കളുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അവരേതായാലും അവിടേക്കുള്ള യാത്രാ മധ്യയിലാണ്. നിലവിലേതായാലും ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെയാണോ മരിച്ചത് ശ്രീധരൻ? ഷൈന്റെ പിതാവ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നാണ് പ്രാദേശികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും അദ്ദേഹത്തെ ആശുപത്രിയിൽ, ധർമ്മപുരി സർക്കാർ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് അവർ പറയുന്നത്. നിലവിൽ ഷൈനും ഷൈന്റെ സഹോദരനും ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ധർമ്മപുരി സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. പക്ഷെ അവരുടെ പരിക്ക് സാരമുള്ള പരിക്കല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ബംഗളൂരുവിലേക്ക് വരികയായിരുന്നു സംഘം. മനസ്സിലാക്കുന്നതനുസരിച്ച് ഷൈന്റെ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആണ് അവർ ബംഗളൂരുവിലേക്ക് വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ദൃശ്യങ്ങളിൽ ആ കാർ കാണുമ്പോൾ എന്റെ മുൻവശം അപ്പാടെ നശിച്ച അവസ്ഥയിലാണുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഉറക്കത്തിൽ ഉറങ്ങിപ്പോയതാണോ അതോ അമിത വേഗതയാണോ? ഇതിലൊന്നും ഒരു വ്യക്തത ഇപ്പോൾ വന്നിട്ടില്ല അല്ലേ? എന്താണെന്നുള്ള വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. അതിന് നമുക്ക് അവരുടെ പ്രതികരണം തന്നെ തേടേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം, കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ആ ഡ്രൈവറുടെ ഭാഗം പൂർണ്ണമായും തകർന്നിരുന്നു. ഇനി ആ ഭാഗത്താണോ അദ്ദേഹം ഇരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരണം. പക്ഷേ ഈ കാറിന്റെ മുൻവശം പൂർണ്ണമായി ഇടിച്ചു. ഒരുപക്ഷെ ഈ ഹൈവേയിലൊക്കെയുള്ള ഒരു പ്രധാന കാര്യമുണ്ട്. ഈ റോഡരികിൽ ലോറി നിർത്തിയിടുന്ന ഒരു പ്രവണത പലപ്പോഴായിട്ട് ഈ ദേശീയപാതകളിൽ കാണാറുണ്ട്. ഒരുപക്ഷെ അങ്ങനെ നിർത്തിയിട്ട ലോറിയിലാണോ ഇങ്ങനെ വാഹനം ഇടിച്ചത് എന്നുള്ളത് കൂടി അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരണം. പക്ഷേ റോഡിന്റെ വലതുവശത്താണ് നിലവിൽ ഈ വാഹനം കിടക്കുന്നത്. ഡിവൈഡറിനോട് ചേർന്നാണ്. ഈ അപകടം എങ്ങനെ സംഭവിച്ചു, എന്താണ് കാരണമെന്ന് സംബന്ധിച്ച് ഇപ്പോഴൊരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും പിതാവ് ചാക്കോയുടെ മൃതദേഹം എവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്? പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? മൃതദേഹം ധർമ്മപുരി സർക്കാർ ആശുപത്രിയിൽ തന്നെയാണുള്ളത്. ആശുപത്രിയിൽ തന്നെയാണ് ഇവരും ചികിത്സയിലുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ബംഗളൂരുവിൽ നിന്ന് ഏതാണ്ട് 150 കിലോമീറ്റർ ദൂരത്ത് ആണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. റായപ്പേട്ട ഹൈവേ, ഹൊസൂരിൽ നിന്നുള്ള റായപ്പേട്ട ഹൈവേയിലാണ് ഈ അപകടം സംഭവിച്ചത്. നിലവിലേതായാലും ഈ ഷൈന്റെയും സഹോദരന്റെയും ആരോഗ്യസ്ഥിതിയിൽ വലിയ പ്രശ്നമില്ല. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അവരുടെ ആരോഗ്യസ്ഥിതി അങ്ങനെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇല്ല എന്നൊക്കെയാണ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഏതായാലും ആശുപത്രി അധികൃതരൊക്കെ ആയിട്ട് ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് തിരിച്ചിട്ടുണ്ടോ ശ്രീധരൻ? അവര് എത്തിയ ശേഷമാകും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യല്ലേ, മൃതദേഹം ഏറ്റുവാങ്ങുന്നത് അടക്കമുള്ള കാര്യങ്ങൾ? തീർച്ചയായിട്ടും ബന്ധുക്കൾ തൃശ്ശൂരിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. അവർ വാളയാർ കഴിഞ്ഞ് കോയമ്പത്തൂരൊക്കെ എത്തി എന്നുള്ള വിവരമാണ് ഷൈന്റെ ബംഗളൂരുവിലുള്ള ചില സുഹൃത്തുക്കൾ നൽകുന്ന വിവരം. അതിനുശേഷമായിരിക്കും ഇവരുടെ തുടർ ചികിത്സ എവിടെ വേണം തുടങ്ങിയ കാര്യങ്ങളും അതുപോലെ തന്നെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിലേതായാലും ഷൈൻ ടോം ചാക്കോയും സഹോദരനും
ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ധർമ്മപുരി സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നുണ്ട്. ഇവരുടെ ആരോഗ്യസ്ഥിതിയിൽ വലിയ ആശങ്കപ്പെടാനില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും മാതൃഭൂമിയുടെ ഒരു ലേഖകൻ ഇപ്പോൾ അല്പസമയത്തിന് തന്നെ അവിടെ എത്തിച്ചേരും. അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ വിവരം നമുക്ക് അറിയാം.